സ്ട്രോങ് ഫർണിച്ചർ, ഇൻഡെക്സ് ഫർണിച്ചർ. ഇൻഡെക്സ് ഫർണിച്ചർ, നിയർ KSRTC ബസ് സ്റ്റാൻഡ്, വെള്ളയാങ്കുടി, കട്ടപ്പന. ട്രെൻഡി ഡിസൈൻ. കല്യാണത്തിന് മോൾക്ക് സ്വർണ്ണം എടുത്തത് പവിത്രയിൽ നിന്നാണ്. ഏലത്തിന്റെ നിറവും സ്വർണത്തിന്റെ നിറവും കണ്ടാൽ ഞങ്ങൾ ഹൈ റേഞ്ചുകാർക്ക് അറിയാം അതിന്റെ പരിശുദ്ധി. പവിത്ര ഗോൾഡ്, ഹൈറേഞ്ചിലെ ഒരേയൊരു വെഡ്ഡിംഗ് ജ്വല്ലറി. സുഹൃത്തുക്കളെ, വസ്ത്രവ്യാപാര രംഗത്ത് ഘട്ടപര്യട തിലകക്കുറിയായ ടെക്സ്റ്റൈൽസ് യുവാക്കളുടെ ഹൃദയം കവർന്നുകൊണ്ട് പുതിയ കളക്ഷനുമായി ടെക്സ്റ്റൈൽസ്. സ്ത്രീകൾക്ക് മാത്രമായി. നീ ഇതെങ്ങോട്ടാ? ഞാൻ കൂട്ടുകാരന്റെ കല്യാണത്തിന് പോകാനായിട്ട് ഡ്രസ് എടുക്കാൻ പോവായിരുന്നു. എവിടെ? ചേട്ടൻ നീ വിളിച്ചു പറയുന്ന കടയില്. നിനക്കൊക്കെ പ്രാന്താടാ. നീയൊക്കെ അല്ലേ വേറെ അല്ല അങ്ങോട്ടൊക്കെ പോവൂ. എടാ നിനക്കല്ല കിടുക്കി ഡ്രസ്സ് വേണം, നീ ആ പെട്രോളിലോട്ട് ചെല്ലു. എടാ ചെറുപ്പക്കാർക്കായിട്ടുള്ള കടയാടാ അത്, നല്ല കളക്ഷനാ. പെട്രോൾ ഫാഷൻ, ഹൈലി ഇൻഫ്ലേമബിൾ ഫാഷൻ, പള്ളിക്കവല, കട്ടപ്പന. ജ്വല്ലറി, കോട്ടയംകട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. അധികം വൈകാതെ അനലോഗ് ചാനലുകൾ ഇല്ലാതാകും. കേട്ടില്ലേ? ശരിയാണ്, ഇനി ഡിജിറ്റൽ ചാനൽസിന്റെ കാലമാണ്. അപ്പോ ഏറ്റവും മികച്ച കണക്ഷൻ തന്നെ വേണ്ടേ? ഏതെങ്കിലും ഒരു കണക്ഷൻ എടുക്കാമെന്ന് വെച്ചാലോ? കാലാവസ്ഥയെ പേടിക്കണം, ഓർത്തിരുന്ന് റീചാർജ് ചെയ്യണം, സർവീസിന് വേണ്ടി കാത്തിരിക്കണം. എന്തിനു റിസ്ക് എടുക്കണം? കേരള വിഷൻ ഡിജിറ്റൽ TV സെറ്റ് ടോപ്പ് ബോക്സ് കണക്ട് ചെയ്യൂ. 250 പരം ചാനലുകൾ, HD and 3D ചാനലുകൾ, ഒപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ട പ്രാദേശിക ചാനലുകളും. കേരളം രാജ്യത്തിന് മാതൃകയാവുന്നു കേരള വിഷൻ ഡിജിറ്റൽ TVയിലൂടെ. മിതമായ നിരക്കിൽ ആകർഷകമായ പാക്കേജുകളിൽ. കേരളം മാറുന്നു സെറ്റ് ടോപ്പ് ബോക്സിലൂടെ, കേരളം മാറുന്നു കേരള വിഷനിലൂടെ. പകരം വെക്കാനാവില്ല ഒന്നും. നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഇടുക്കിനെറ്റ് ന്യൂസ് ഹൈലൈറ്റ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. കഴിഞ്ഞ വാരത്തിലെ പ്രധാനപ്പെട്ട വാർത്തകളെ വിശകലനം ചെയ്യുകയാണ് ന്യൂസ് ഹൈലൈറ്റ്സിലൂടെ. ഏറ്റവും ശ്രദ്ധേയമായ ചില വാർത്തകൾ ഒരിക്കൽ കൂടി ഞങ്ങൾ പ്രേക്ഷകരുടെ സമക്ഷം അവതരിപ്പിക്കുകയാണ് ഈ പരിപാടിയിലൂടെ. ആദ്യം തന്നെ ദുഃഖകരമായ, കരളലിയിക്കുന്ന, ഞെട്ടിക്കുന്ന എന്ന് വിശേഷിപ്പിക്കുവാൻ കഴിയുന്ന ഒരു വാർത്തയിലേക്കാണ് പോകുന്നത്. മറ്റൊന്നുമല്ല, കുമളിയിൽ 2 ദിവസം മാത്രമായ ഒരു പിഞ്ചു കുഞ്ഞിനെ വലിച്ചെറിഞ്ഞ് കൊന്ന ഒരു വാർത്തയാണ് ആദ്യം തന്നെ പ്രേക്ഷകരുടെ മുൻപിൽ ഞങ്ങൾ സമർപ്പിക്കുന്നത്. കുമളിക്ക് സമീപം 3-ാം മൈലിൽ 2 ദിവസം പ്രായമുള്ള പെൺകുഞ്ഞിന്റെ ജഡം വഴിയരിയിൽ കണ്ടെത്തി. കുമളി മൂന്നാർ സംസ്ഥാന പാതയോർത്താണ് കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത്. കുട്ടിയെ പ്ലാസ്റ്റിക് കവറിലാക്കി വാഹനത്തിൽ നിന്നും വഴിയരിയിലേക്ക് എറിയുകയായിരുന്നുവെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ.
മുഖത്ത് കണ്ടെത്തിയ ക്ഷതമാണ് ഇത്തരത്തിലൊരു നിഗമനത്തിലെത്താൻ പോലീസിനെ പ്രേരിപ്പിച്ചത്. മൃതദേഹം മുറിംഭരിച്ച നിലയിലായിരുന്നു. വഴിയാത്രക്കാരിയാണ് കുട്ടിയുടെ മൃതദേഹം ആദ്യം കാണുന്നത്. തുടർന്ന് പോലീസിൽ അറിയിക്കുകയായിരുന്നു. கவர் கிடந்துச்சு. கவர் கிடக்கும் அவங்க கூட ஒரு பிள்ளை சொல்லிச்சு, அக்கா கவர் இருந்துச்சு. நான் காலை வச்சு இப்படி எத்தி பார்த்தோன்னா அப்படியே கை 2 கையும் அப்படி பிறந்துச்சு. இப்படி கவர் தூக்கி பிறலவும் கை மொத்தம் எறும்பா இருந்துச்சு. நான் சொன்னேன் பொம்மான்னு சொன்னேன். இல்லைக்கா பிள்ளை இருந்துச்சு. குனிஞ்சு பார்க்கும்போது குழம்பு எறும்பா இருந்துச்சு. அது இங்கேருந்து சேட்டனை கூப்பிட்டு, சேட்டா 7:40 7:50 சாரதியில் வந்து இறங்கி இப்போ எங்கே இறக்குவாங்க அன்னைக்கு இங்கே இறக்கி விடுச்சு. இன்னைக்கு പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ മരണകാരണം വ്യക്തമാകൂ. കുട്ടി ആരുടേതാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കുട്ടിക്ക് ജന്മം നൽകിയത് ആശുപത്രിയിൽ വച്ചാണ് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ആശുപത്രിയിൽ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കുമളി. മനുഷ്യന്റെ ജീവന് ഏറെ വിലയുണ്ടെന്ന് നമ്മെ പറഞ്ഞു പഠിപ്പിച്ച ആചാര്യന്മാരുടെ നാട്ടിലാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത്. എന്നാൽ സ്വന്തം കുഞ്ഞിന് പോലും ഇത്രയും തുച്ഛമായ വില കൽപ്പിച്ച് വലിച്ചെറിഞ്ഞ് കൊലപ്പെടുത്തുവാൻ മാത്രം ഒരു മാതൃത്വത്തിന് എങ്ങനെ കഴിയുന്നു എന്ന ചോദ്യമാണ് പൊതുവെ ഈ സമൂഹത്തിൽ ഉയരേണ്ടത്. എന്താണെങ്കിലും ഈ വാർത്ത നിങ്ങൾക്ക് നേരെ, നമുക്ക് നേരെ ഉയരുന്ന ഒരു ചോദ്യചിഹ്നമാണ്. ഇതൊരു പാഠമായിരിക്കട്ടെ എന്നാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. അച്ഛനമ്മമാരെ അനാഥാലയങ്ങളിൽ ഉപേക്ഷിക്കുന്ന മക്കൾക്ക് വേണ്ടി, മക്കളെ തെരുവിൽ വലിച്ചെറിയുന്ന അച്ഛനമ്മമാർക്ക് വേണ്ടി ഈ വാർത്ത ഞങ്ങൾ സമർപ്പിക്കുന്നു. പ്രസവശേഷം സ്വന്തം കുഞ്ഞിനെ തെരുവിൽ വലിച്ചെറിയുന്ന അമ്മമാർക്ക് മൃഗങ്ങൾ ഒരു പാഠമാകുന്നു. കഴിഞ്ഞ വാർത്തയിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ മറ്റൊരു വാർത്തയാണ് ഇനി പ്രേക്ഷകരുടെ മുൻപിൽ ഞങ്ങൾ പുനരവതരിപ്പിക്കുന്നത്. 2 വാനര ശ്രേഷ്ഠരുടെ കഥയാണ്. ശ്രേഷ്ഠർ എന്ന് തന്നെ ഞങ്ങൾ വിശേഷിപ്പിക്കുന്നു. കാരണം മുൻപ് കണ്ട വാർത്തയിലെ മനുഷ്യനേക്കാൾ എത്രയോ മഹത്തരമാണ് ഇവരുടെ പ്രവൃത്തി. മരണപ്പെട്ട സ്വന്തം കുഞ്ഞിനെ, അതും പ്രസവശേഷം മരിച്ച കുഞ്ഞിനെ ദിവസങ്ങളോളം മറവ് ചെയ്യാതെ നെഞ്ചോട് ചേർത്ത് കൊണ്ടു നടക്കുന്ന ഒരച്ഛനും അമ്മയും. അമ്മയുടെ വാത്സല്യം അത് എല്ലാ ജീവജാലങ്ങളുടെയും അടിത്തറയാണ്. നൊന്തുപെറ്റ് മുലയൂട്ടി കൈപിടിച്ചു വളർത്തുന്ന വാത്സല്യം. പക്ഷേ ഭൂമിയിലെല്ലാം മരണം കൊണ്ട് അവസാനിക്കുമെന്ന് പഠിപ്പിക്കുന്നത് സ്വാർത്ഥരായ മനുഷ്യർ മാത്രമാണ്. ഈ വാനര ശ്രേഷ്ഠർ അങ്ങനെ തന്നെ വിശേഷിപ്പിക്കാം. ജന്മം കൊണ്ട് മരണം കവർന്ന തന്റെ പൊന്നോമനയുടെ ജഡവും പേറി അലയുകയാണ് ഈ അച്ഛനും അമ്മയും. ഗർഭം പേറിയപ്പോൾ മുതൽ ഇവരും കണ്ടിട്ടുണ്ടാവാം തന്റെ ഉണ്ണിയെക്കുറിച്ചൊരു സ്വപ്നം. പക്ഷേ പിറന്നു വീണത് മരണം കവർന്നെങ്കിലും കൈവിടാൻ ഇവർ തയ്യാറായില്ല. സ്വന്തം കുഞ്ഞിന്റെ ചേതനയേറ്റ ശരീരവുമായി ഇവർ അലയുകയാണ്. ഇടയ്ക്കിടെ എപ്പോഴെങ്കിലും മകൻ ഉണർന്നാലോ എന്ന പ്രതീക്ഷയിൽ തട്ടി വിളിക്കാറുമുണ്ട്. അവർക്കറിയാം മകൻ യാത്രയായി എന്ന്. പക്ഷേ ആ ശരീരം അവർ നെഞ്ചോട് ചേർക്കുന്നു. ഈ ചിത്രം നമുക്ക് നേരെയുള്ള ഒരു ചൂണ്ടുപലകയാണ്. അച്ഛനെയും അമ്മയെയും ഉപേക്ഷിക്കുന്ന മക്കൾക്ക് വേണ്ടി, മക്കളെ തെരുവിലെറിയുന്ന അച്ഛനമ്മമാർക്ക് വേണ്ടി. അതിനുമപ്പുറം ഇവർ നമ്മെ പഠിപ്പിക്കുന്നു, ജീവിതം ഒന്നിന്റെയും തുടക്കമല്ല, മരണം ഒന്നിന്റെയും അവസാനവുമല്ല. പ്രപഞ്ചാന്ത്യം വരെ നിലനിൽക്കുന്നത് ഒന്നു മാത്രം, ഒരിക്കലും അവസാനിക്കാത്ത സ്നേഹം. LK ശിവറാം, ന്യൂസ് ഡെസ്ക്. ആത്മാർത്ഥതയും മൂല്യബോധവും നശിച്ചുകൊണ്ടിരിക്കുന്ന സമൂഹത്തിന് നേരെയുള്ള ഒരു ചൂണ്ടുപലകയാണ് ഈ വാനരന്മാർ. ഇത് കണ്ടെങ്കിലും നമുക്ക് പഠിക്കാം. ഏകദേശം 7ഓളം കഞ്ചാവ് കേസുകളാണ് കഴിഞ്ഞ വാരത്തിൽ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. നിരവധിയായ പ്രതികളെയും പോലീസ് എക്സൈസ് സംഘം പിടികൂടി. കുമളിയിൽ വെച്ച് തമിഴ്നാട്ടിൽ നിന്നും കടത്തിക്കൊണ്ടുവന്ന കഞ്ചാവിനോടൊപ്പം 3 പ്രതികളെയും പോലീസ് പിടികൂടിയിരുന്നു. വാർത്തയിലേക്ക്. തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് വരികയായിരുന്ന KSRTC ബസിൽ നിന്നും കഞ്ചാവ് പിടികൂടി. കുമളി അതിർത്തി ചെക്ക് പോസ്റ്റിൽ എക്സൈസ് ഉദ്യോഗസ്ഥർ ബസിനുള്ളിൽ പരിശോധന നടത്തുന്നതിനിടെ പിൻസീലിരുന്ന പാണ്ഡ്യന്റെ പെരുമാറ്റത്തിൽ സംശയമുണ്ടായതിനെ തുടർന്ന് ഉദ്യോഗസ്ഥർ പരിശോധിക്കുകയായിരുന്നു. ബ്രൌൺ പേപ്പറിൽ പൊതിഞ്ഞ് സൂക്ഷിച്ചിരുന്ന കഞ്ചാവ് കണ്ടെടുക്കുകയായിരുന്നു. ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടെയാണ് മറ്റു 2 പേരെക്കുറിച്ചുള്ള വിവരം ലഭിച്ചത്. കമ്പത്തുനിന്ന് വാങ്ങിയ കഞ്ചാവ് ശ്യാംകുമാറും ജാഹിർ ഹുസൈനും ചേർന്ന് പാണ്ഡ്യന്റെ കൈവശം കൊടുത്തുവിടുകയായിരുന്നു. ഇരുവരും ബസിനെ പിന്തുടർന്ന് കുമളി സ്വകാര്യ ബസ് സ്റ്റാൻഡിലെത്തി കാത്തുനിന്നു. ഇതിനിടയിലാണ് പാണ്ഡ്യൻ എക്സൈസ് ഉദ്യോഗസ്ഥരെ പിടിയിലാവുന്നത്. ഇയാൾ നൽകിയ വിവരത്തെ തുടർന്ന് ഉദ്യോഗസ്ഥർ ബസ് സ്റ്റാൻഡിലെത്തി 2 പേരെയും കസ്റ്റഡിയിലെടുത്തു. ആവശ്യക്കാർക്ക് ചെറു പൊതികളാക്കി കഞ്ചാവ് വിൽപ്പന നടത്തുന്നയാളാണ് ജാഹിർ ഹുസൈൻ. എക്സൈസ് ഇൻസ്പെക്ടർ KS സജീവ് കുമാർ, പ്രിവന്റീവ് ഓഫീസർമാരായ മുരളീധരൻ നായർ, ഷാഫി അരവിന്ദാഷൻ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ ജോസി വർഗീസ്, A ജോൺസൺ, TV സതീഷ് തുടങ്ങിയവർ ചേർന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ന്യൂസ് ബ്യൂറോ, കുമളി.
കഞ്ചാവിന്റെയും മയക്കുമരുന്നിന്റെയും പുകയില ഉൽപ്പന്നങ്ങളുടെയും ഒക്കെ ഉപയോഗം ഇപ്പോൾ വ്യാപകമാവുകയാണ്. ഇതിനിടയിലാണ് മറ്റ് ശ്രദ്ധേയമായ ഒരു വാർത്ത ഇത്തവണ നമ്മൾ റിപ്പോർട്ട് ചെയ്തത്. മറ്റൊന്നുമല്ല, സർക്കാരിന്റെ മദ്യനയം തിരുത്തപ്പെട്ടിരിക്കുന്നു. കൊട്ടിഘോഷിച്ച് നടപ്പാക്കിയ മദ്യം നിർത്തലാക്കൽ പദ്ധതി പാടെ പാളിക്കഴിഞ്ഞു. ബാറുകൾക്ക് ബിയർ, വൈൻ ലൈസൻസുകൾ നൽകുകയാണ്. അങ്ങനെ ബാറുകൾ മറ്റൊരു വശത്തുകൂടി മടങ്ങിയെത്തുന്നു. വാർത്തയിലേക്ക്. പൂട്ടിയ 418 ബാറുകളിൽ 200ഓളം ബാറുകൾ ഇന്നു മുതൽ ബിയർ വൈൻ പാർലറുകളായി പ്രവർത്തിക്കും. കഴിഞ്ഞ 9 മാസമായി പൂട്ടിയിരുന്ന മദ്യശാലകൾക്ക് ഇന്ന് ലൈസൻസ് ലഭിക്കും. എന്നാൽ ബിവറേജസ് കോർപ്പറേഷൻ വെയർഹൌസുകൾ അവധിയായതിനാൽ ബാറുടമകൾക്ക് സ്റ്റോക്ക് എടുക്കുവാൻ കഴിഞ്ഞിട്ടില്ല. പത്തനംതിട്ട, കണ്ണൂർ, പാലക്കാട്, വയനാട്, തിരുവനന്തപുരം, കാസർഗോഡ്, ആലപ്പുഴ, കോട്ടയം എന്നിവിടങ്ങളിലെ ബാറുകളാണ് ഇന്ന് പ്രവർത്തനം തുടങ്ങുക. ബാറുകൾക്കുള്ള HL3 ലൈസൻസിന് തുടർച്ചയെന്നോണമാണ് ഇപ്പോൾ ബിയർ വൈൻ പാർലറുകൾക്കുള്ള HL11 ലൈസൻസ് നൽകുന്നത്. ഇതിനായി 4 ലക്ഷം രൂപ ലൈസൻസ് ഫീസ് നൽകണം. പുറമെ നിലവിലുള്ള ജീവനക്കാർക്ക് തൊഴിലും നൽകണം. ഈ വ്യവസ്ഥകൾ അംഗീകരിച്ചാണ് ലൈസൻസ് നൽകുന്നത്. നിലവിലെ പൂട്ടിയ 312 ബാറുകൾക്ക് ലൈസൻസിന് അപേക്ഷിക്കുവാനുള്ള അവസരവും നിലവിലുണ്ട്. ഇടുക്കി ജില്ലയിൽ കട്ടപ്പനയിൽ 2 ബാറുകൾ ബിയർ വൈൻ പാർലറുകായി പ്രവർത്തനം തുടങ്ങും. എന്നാൽ ഈ മാസം 15 ശേഷമായിരിക്കും പ്രവർത്തനം തുടങ്ങുക എന്നും സൂചന ലഭിച്ചിട്ടുണ്ട്. അടച്ചുപൂട്ടിയ ബാറുകളിൽ നിന്നും മദ്യം ബിവറേജസ് കോർപ്പറേഷൻ തിരിച്ചെടുത്തിരുന്നില്ല. ബിയർ വൈൻ ലൈസൻസിന്റെ മറവിൽ ഇവ വിറ്റഴിക്കുമോ എന്നും ആശങ്ക ഉയർന്നിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ഇടുക്കി നെറ്റ്. സമൂഹ നന്മയ്ക്ക് വേണ്ടി എന്ത് നയങ്ങളും നമുക്ക് നടപ്പാക്കാം. പക്ഷേ ഭൂരിപക്ഷത്തിന്റെ പിൻബലമുണ്ടാവണം. ഒപ്പം കയ്യൂക്കുള്ളവൻ കാര്യക്കാരനാണ് എന്ന തത്വം മറക്കാതിരിക്കുകയും വേണം. പണവും സ്വാധീനവുമാണ് എന്തിനേയും ഈ സമൂഹത്തിൽ നിയന്ത്രിക്കുന്നത്. ചുംബന സമരത്തിന്റെ പ്രസക്തിയും പ്രശസ്തിയും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ കേരളത്തിന് ആകമാനം നടക്കുന്ന വിവാദങ്ങൾക്കിടയിൽ ഇവിടെ ഇടുക്കി ജില്ലക്കാർക്കും ഹൈറേഞ്ചുകാർക്കുമുണ്ട് പ്രതികരിക്കുവാൻ. ജനങ്ങൾക്കുമുണ്ട് പറയാനിൽ ചുംബന സമരത്തിന്റെ പ്രസക്തിയെക്കുറിച്ച് ഞങ്ങൾ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്നിരുന്നു. പ്രതിഷേധ സമരമാണെന്നാണല്ലോ പറയുന്നത്. പ്രതിഷേധിക്കാൻ അല്ലാതെ വേറെ മാർഗങ്ങളുണ്ട് ഒരുപാട്. അപ്പം സദാചാര പോലീസിനെതിരെയാണെന്നൊക്കെയാണ് വാർത്ത. പക്ഷേ സദാചാരം എന്ന് പറയുന്നത് എന്നാ എങ്ങനെയാ ഇപ്പോൾ പറയുന്നത്? ഞാനൊരു പ്രതിഷേധിക്കാൻ അതിനേക്കാൾ അനുകൂലമായ അല്ലെങ്കിൽ അതിനേക്കാളും നല്ല മാർഗങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തിലുണ്ട്. ചുംബന സമരം പരസ്യമാക്കി ചെയ്യുന്നതിനോടാണ് എതിർപ്പുള്ളത്. രഹസ്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ രഹസ്യമായിട്ട് തന്നെ ചെയ്യണം. അത് ബെഡ്റൂമിൽ ചെയ്യേണ്ടത് സിറ്റ് ഔട്ടിൽ ചെയ്യുന്ന പോലത്തെ അതേ വൃത്തികേട് തന്നെയാണ്. നമ്മുടെ സംസ്കാരത്തിന് യോജിച്ച ഒരു കാര്യമല്ല തീർച്ചയായിട്ടും. കാരണം ചുംബന സമരം വീട്ടിൽ വെച്ച് നടത്തേണ്ട പരിപാടിയാണ്. അത് വെളിയിൽ ഇറങ്ങിയല്ല ചുംബന സമരം നടത്തുന്നത്. കട്ടപ്പനയുടെ നഗരപിതാവെന്ന് വിശേഷിപ്പിക്കുവാൻ കഴിയുന്ന VT സെബാസ്റ്റ്യന്റെ ചരമവാർഷികമായിരുന്നു കഴിഞ്ഞ വാരം കടന്നുപോയത്. അദ്ദേഹത്തിന് ഇടുക്കി നെറ്റ് വാർത്തകൾ ഓർമ്മപ്പൂക്കൾ അർപ്പിച്ചു. നാട്ടുകാർക്കും പാർട്ടിക്കുള്ളിലുമെല്ലാം VT സെബാസ്റ്റ്യൻ പ്രിയപ്പെട്ട പാപ്പൻ ചേട്ടനായിരുന്നു. അവശതകൾ തളർത്താത്ത വാർദ്ധക്യമായിരുന്നു അദ്ദേഹത്തിന്റേത്. ശാരീരിക ബുദ്ധിമുട്ടുകളെ മനസാന്നിധ്യം കൊണ്ട് അതിജീവിച്ച വാർദ്ധക്യകാലം. അവസാന കാലത്തും ജില്ലയിൽ കർഷകർ നടത്തിയ പോരാട്ടങ്ങളുടെ മുൻനിരയിൽ ഈ കർഷക നേതാവ് ഉണ്ടായിരുന്നു. കോട്ടയം ജില്ലയിലെ മീനച്ചിൽ താലൂക്കിൽ വരിക്കമാക്കൽ തോമസിന്റെയും അന്നമ്മയുടെയും മകനായി 1930 ജൂൺ 15 ജനിച്ചു. 1952 കട്ടപ്പനയ്ക്കടുത്ത് വലിയതോവാളയിൽ താമസം ആരംഭിച്ചു. പിന്നീട് കുന്തളംപാറയിൽ സ്ഥിരതാമസമാക്കി. 1957 കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി രൂപീകൃതമായപ്പോൾ മണ്ഡലം പ്രതിനിധി, സെക്രട്ടറി, പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. 1962 കട്ടപ്പന ഗ്രാമപഞ്ചായത്ത് രൂപീകൃതമായപ്പോൾ പ്രഥമ പ്രസിഡന്റായി. 1978 വരെ പ്രസിഡന്റ് പദവി തുടർന്നു. 1960 നടന്ന കുടിയിറക്കലിൽ കർഷകരോടൊപ്പം ചേർന്ന് സർക്കാരിനെതിരെ നിലപാട് സ്വീകരിക്കുകയും ചുരുളി, കീരിത്തോട്, തോപ്രാംകുടി, കരിമ്പൻ എന്നിവിടങ്ങളിൽ കർഷകർക്കൊപ്പം സർക്കാരിനെതിരെ സമരം ചെയ്യുകയും ചെയ്തു. 1964 കേരള കോൺഗ്രസ് രൂപീകൃതമായപ്പോൾ പാർട്ടിയിൽ ചേർന്നു. 1970 ഉടുമ്പൻചോല നിയോജക മണ്ഡലത്തിൽ നിന്നും KT ജേക്കബിനെ തോൽപ്പിച്ച് MLA ആയി. 1977 ഇടുക്കി നിയോജക മണ്ഡലത്തിൽ നിന്നും വീണ്ടും നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. 1972 കേരള കോൺഗ്രസ് ഇടുക്കി ജില്ലാ പ്രസിഡന്റും 1976 കേരള കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായി. 1996 വരെയും 2001 മുതൽ 2006 കാലയളവിൽ കേരള സ്റ്റേറ്റ് ഹൌസിംഗ് ബോർഡ് ചെയർമാനായി പ്രവർത്തിച്ചു.
PT ചാക്കോയും കോൺഗ്രസും തമ്മിലകന്നപ്പോൾ PT ചാക്കോയ്ക്കൊപ്പം VT ഉറച്ചുനിന്നു. പിന്നീട് KM മാണി, PJ ജോസഫ്, TM ജേക്കബ് തുടങ്ങിയ രാഷ്ട്രീയ നേതാക്കൾ കേരള കോൺഗ്രസ് നേതൃനിരയിൽ നിൽക്കുമ്പോഴാണ് VT സെബാസ്റ്റ്യൻ പാർട്ടി ചെയർമാൻ ആകുന്നത്. പാർട്ടിയുടെ അകത്തും പുറത്തും അത്രത്തോളം കരുത്തനായിരുന്നു അദ്ദേഹം. 1978 മുതൽ 1981 വരെയും 1985 മുതൽ 1987 വരെയും കേരള കോൺഗ്രസ് ചെയർമാനായി പ്രവർത്തിച്ചു. കൂടാതെ 1963 മുതൽ 16 വർഷക്കാലം കട്ടപ്പന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി. കട്ടപ്പനയെ വികസിത പട്ടണമാക്കി മാറ്റുന്നതിൽ VT സെബാസ്റ്റ്യൻ നിർണായകമായ പങ്കാണ് വഹിച്ചത്. S. സൂര്യലാൽ, ന്യൂസ് ഡെസ്ക്, ഇടുക്കിനെറ്റ്. അശരണർക്കും ആലംബഹീനർക്കും അത്താണിയാകുന്ന ഒരു മഹത് വ്യക്തി, ബദേൽ സ്വദേശിയായ ജോസുകുട്ടി. അനാഥരായ അമ്മമാർക്ക് വേണ്ടി അയാൾ ഒരു വീട് അണിയിച്ചൊരുക്കിയിരിക്കുന്നു. ഈ വാർത്തയും ഞങ്ങൾ ഒരിക്കൽ കൂടി പ്രേക്ഷകർക്ക് മുമ്പിൽ സമർപ്പിക്കുകയാണ്. പെറ്റമ്മയ്ക്ക് പുറമെ വൃദ്ധരായ 7 അമ്മമാർ കൂടിയുണ്ട് ജോസൂട്ടിക്ക്. ഇടുക്കി ബദേൽ ഗ്രേസ് ഹോമിന്റെ അകത്തളങ്ങളിൽ ജോസൂട്ടിയും കുടുംബവും ഈ അമ്മമാരെ പരിചരിക്കുന്നു. 20 വയസ്സ് മുതൽ രോഗികൾക്കും അശരണർക്കും അഗതികൾക്കും കൈത്താങ്ങായി പ്രവർത്തിച്ച ജോസൂട്ടിയുടെ മനസ്സിലെ സ്വപ്നമായിരുന്നു ഉപേക്ഷിക്കപ്പെടുന്ന വൃദ്ധരായ അമ്മമാർക്ക് വേണ്ടിയുള്ള ഒരു ഭവനം. നാളുകളായിട്ട് ഞങ്ങളുടെ ആഗ്രഹമായിരുന്നു ഇങ്ങനെ പ്രായം ചെന്ന അമ്മമാരെ ഇങ്ങനെ നോക്കണം. വീടുകളിൽ ഒരുപാട് വേദനിക്കുകയും തിരസ്കരിക്കപ്പെടുകയൊക്കെ ചെയ്യുന്ന അമ്മമാർ ഒരുപാടുണ്ട്. അവരുടെ വേദനകൾ നേരിട്ട് അറിഞ്ഞ വ്യക്തിയാണ് ഞാൻ. പല ഓർഫനേജുകളിലും ഇങ്ങനെ ജോലിക്കായിട്ട് ശുശ്രൂഷയ്ക്കായിട്ടൊക്കെ നിന്ന് ഇതിന്റെ ഒരു പരിചയമുണ്ട്. അപ്പോൾ അവിടെയൊക്കെ അമ്മമാരെ കൊണ്ടുവന്ന് ഇങ്ങനെ സ്വന്തം മക്കള് കൊണ്ട് ഇട്ടിട്ട് പോകുന്ന ഒരു അനുഭവം നേരിട്ട് കണ്ടിട്ടുണ്ട്. അവരുടെ കണ്ണുനീരും മോനെ നീ ഇട്ടിട്ട് പോകല്ലേടാ എന്നൊക്കെ പറഞ്ഞുള്ള അമ്മയുടെ മാറത്തടിച്ചുള്ള നിലവിളിയും തിരിഞ്ഞു നോക്കാതെ കൊണ്ട് വിട്ടിട്ട് പോകുന്ന മകനെ ഒക്കെ എന്റെ ഓർമ്മയിലും ഇപ്പോഴും ഉണ്ട്. 38-കാരനായ മുനിയറ ചക്കുങ്ക ജോസൂട്ടിയും ഭാര്യ ബിന്ദുവും 63-കാരിയായ സിസ്റ്റർ മേരിക്കുട്ടിയും ചേർന്നാണ് അമ്മ വീട് നോക്കി നടത്തുന്നത്. കാഞ്ഞിരപ്പള്ളി രൂപതയിലെ വൈദികനായ ഫാദർ ആലക്സ് ഉറുമ്പിക്കലാണ് ബദേലിൽ മുമ്പ് ബാലഭവനായി പ്രവർത്തിച്ചിരുന്ന വീട് ജോസൂട്ടിക്ക് നൽകിയത്. പിന്നെ അച്ഛൻ വഴിയായി ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്ഥാപനം കിട്ടി. ഞങ്ങള് തുടങ്ങി ഒത്തിരി കഷ്ടപ്പാടുകൾക്ക് നടുവിലാണ് ഇപ്പൊ ഇത് നടന്നുകൊണ്ട് പോകുന്നത്. പിന്നെ അതിന്റെ ദൈവത്തിന്റെ ഒരു പ്രത്യേക അത്ഭുതമായൊരു അത്ഭുത ഇടപെടൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. എറണാകുളത്തിലെ അമ്മമാരെ നോക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി വിഷമം തോന്നി. അവരെക്കാളും നല്ലതായിട്ട് ഇവിടെ കുറെ അമ്മമാരെ നോക്കണമെന്ന് എനിക്ക് മനസ്സിലാവുന്ന ഒരു ചിന്തയുണ്ട്. 6 മാസം മുമ്പാണ് ഇവിടെ അമ്മമാരുടെ ഭവനം ആരംഭിച്ചത്. മറിയാമ്മയും പൊടിയമ്മയും അന്നമ്മയും അന്നക്കുട്ടിയമ്മയും കാർത്തിയാനിയമ്മയും ലില്ലിയമ്മയും മേരിയമ്മയുമാണ് ഇവിടുത്തെ അന്തേവാസികൾ. ബദൽ സെന്റ് ജേക്കബ് പള്ളി ഇടവകാംഗങ്ങളും നാട്ടുകാരുമെല്ലാം ജോസുകുട്ടി ബ്രദറിന് സഹായമെത്തിക്കുന്നു. സഹായിക്കുന്നത് നമ്മുടെ അറിയുന്നവരും ചേട്ടനും കൂട്ടുകാര് അങ്ങനെയുള്ളവരൊക്കെയാണ് ഇപ്പം ഭക്ഷണമായിട്ടും കറി വെക്കാനും അരി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് എത്തിച്ചു തരുന്നത്. ആദ്യകാലങ്ങളിൽ നമ്മൾ തന്നെ മേടിക്കുമായിരുന്നു. ഇപ്പൊ എല്ലാവരും ഓരോ സാധനങ്ങളായിട്ട് സഹായിക്കാൻ. ഈ ആഴ്ചയിലെ ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു വാർത്തയായിരുന്നു CPMന്റെ ഇടുക്കി ജില്ലാ സെക്രട്ടറി MM മണിയെ സംബന്ധിച്ച്. മണിയാശാനെ സംബന്ധിച്ച് സുപ്രീം കോടതിയിൽ സംസ്ഥാന സർക്കാർ നൽകിയിരുന്ന കേസ് സുപ്രീം കോടതി തള്ളി. ഇത് മണിയാശാനും ഇടുക്കി ജില്ലയിലെ CPM പ്രവർത്തകർക്കും ഇരട്ടി ആവേശമാണ് പകർന്നു നൽകിയത്. ഇടുക്കിയിലെ CPIMന്റെ ഏറ്റവും ശക്തനായ നേതാവ് MM മണിക്കെതിരെ സംസ്ഥാന സർക്കാർ സമർപ്പിച്ച ഹർജിയാണ് ഇപ്പോൾ സുപ്രീം കോടതി തള്ളിയിട്ടുള്ളത്. മണി നടത്തിയ വിവാദ പ്രസംഗത്തിൽ തുടരന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ സമർപ്പിച്ച ഹർജിയായിരുന്നു ഇത്. നേരത്തെ തുടരന്വേഷണം ആവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചിരുന്നു. എന്നാൽ ഹൈക്കോടതി സർക്കാരിന്റെ ഹർജി തള്ളി. ഇതിനെ തുടർന്നാണ് സുപ്രീം കോടതിയെ സർക്കാർ സമീപിച്ചത്. TP ചന്ദ്രശേഖരൻ വധവുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസംഗത്തിൽ ഇടുക്കി തോട്ടം മേഖലയിൽ പാർട്ടി എതിർത്തവരെ പട്ടിക തയ്യാറാക്കി കൊന്നിട്ടുണ്ടെന്നായിരുന്നു മണിയുടെ പ്രസംഗം. 2012 മെയ് 25-ന് തൊടുപുഴ മണക്കാട്ടായിരുന്നു വിവാദ പ്രസംഗം അരങ്ങേറിയത്. ഈ പ്രസംഗത്തിന്റെ അടിസ്ഥാനത്തിൽ ബാലുവധക്കേസിൽ തുടരന്വേഷണം നടത്താനായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം. ഇതിനെ തുടർന്നാണ് പുനരന്വേഷണത്തിന് അനുമതി തേടി സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചത്. എന്നാൽ സർക്കാർ ആവശ്യം കോടതി നിരാകരിക്കുകയായിരുന്നു. തുടർന്ന് സർക്കാർ സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിച്ചു. എന്നാൽ ഇക്കാര്യത്തിൽ അന്വേഷിക്കുവാൻ ഒന്നുമില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സർക്കാരിന്റെ ഹർജി സുപ്രീം കോടതി ഇപ്പോൾ തള്ളിയിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക്, ഇടുക്കിനെറ്റ്. കേരളം ഒന്നാകെ, ഇന്ത്യയിലാകമാനം ചെറുപ്പക്കാരുടെ ഇടയിൽ പുത്തൻ സംസ്കാരം ഉടലെടുത്തു കഴിഞ്ഞു. അത് മറ്റൊന്നുമല്ല, ന്യൂ ജനറേഷൻ ട്രെൻഡ് എന്നൊരുപക്ഷെ പറയാമെങ്കിൽ പോലും
ടെലിഫിലിമുകളും ആൽബങ്ങളും അണിയിച്ചൊരുക്കിക്കൊണ്ട് മൂല്യവത്തായ ചില സന്ദേശങ്ങളാണ് ഇത്തരക്കാർ സമൂഹത്തിന് പകർന്നു നൽകുന്നത്. കോളേജ് മാഗസിനു വേണ്ടി ഒരു വിദ്യാർത്ഥിനി ഒരു ഗാനം എഴുതുക, ഒരു അധ്യാപകൻ അതിന് സംഗീതം നൽകുക, മറ്റൊരു വിദ്യാർത്ഥിനി അത് ആലപിക്കുക, ഒരു അധ്യാപകൻ സംവിധായകനായി മാറുകയും അത് ചിത്രീകരിക്കുകയും ചെയ്യുക, ഒരു അധ്യാപിക അതിൽ അഭിനയിക്കുക, മറ്റ് അധ്യാപകർ അണിയറ പ്രവർത്തകരായി മാറുക, കോളേജ് മാനേജ്മെന്റ് അതിന് പൂർണ്ണ പിന്തുണയും നൽകുക. അങ്ങനെയാണ് സൗഹൃദം പിറവിയെടുക്കുന്നത്. കാലത്തിന്റെ നഖക്ഷതങ്ങളേറ്റ മനസ്സിന്റെ മുറിവിലേക്ക് പെയ്തിറങ്ങുന്ന അമൃതമഴയാണ് സൗഹൃദം. ആ സൗഹൃദത്തെ ആധാരമാക്കിയാണ് കട്ടപ്പന സെന്റ് സെബാസ്റ്റ്യൻ കോളേജ് മ്യൂസിക്കൽ ആൽബം പുറത്തിറക്കിയത്. കോളേജിലെ സെക്കൻഡ് ബികോം വിദ്യാർത്ഥിനിയും വെള്ളയാങ്കുടി അറുകുഴിയിൽ ഷാജി സുധ ദമ്പതികളുടെ മകളുമായ കൃഷ്ണേന്ദു ആദ്യമായി ഒരു കവിത എഴുതി തന്റെ പുസ്തകത്തിനുള്ളിൽ ആരും കാണാതെ ഒളിപ്പിച്ചു വെച്ചു. യാദൃശ്ചികമായി ജിൻസ് എന്ന അധ്യാപകന്റെ കൈകളിലെത്തിയ കവിത പിന്നീട് കോളേജ് മാഗസിന്റെ താളുകളിൽ ഇടം പിടിച്ചു. IT അധ്യാപകൻ പുരോഗമന കലാസാഹിത്യ സംഘം പ്രവർത്തകനുമായ മോബിൻ മോഹൻ സംഗീതം നൽകി. BCA വിദ്യാർത്ഥിനി ബ്ലസിയ ശബ്ദം നൽകിയപ്പോൾ ഒരു മനോഹര ഗാനം പിറവിയെടുത്തു. ഇതൊരു ആകസ്മികതയാണ്. ഒരു മാഗസിൻ പിറവിയെടുക്കുക, അതിലേക്കൊരു കവിത വരിക, ആ കവിതയ്ക്ക് ഒരു സംഗീതമുണ്ടാവുക, ആ സംഗീതത്തിനൊരു ശബ്ദമുണ്ടാവുക, ആ ശബ്ദത്തിന് പിന്നീട് ഒരു ദൃശ്യഭാഷ ഉണ്ടാവുക. ഈ ഒരു സർഗ കൂട്ടായ്മയുടെ ഭാഗമായി നിൽക്കാൻ കഴിഞ്ഞത് ഒരു വലിയ ഭാഗ്യമായിട്ട് കണക്കാക്കുകയാണ്. നശ്വരമാകുമീ ജീവിതവീതിയിൽ ഇത്രമേൽ മധുരമോ സൗഹൃദം, വാചാലമാമിന്റെ തോലികത്തുമ്പിനും വാക്കുകളില്ലതു ചൊല്ലിടുവാൻ, വാക്കുകളില്ലതു ചൊല്ലിടുവാൻ. നശ്വരമാകുമീ ജീവിതവീതിയിൽ ഇത്രമേൽ മധുരമോ സൗഹൃദം, വാചാലമാമെന്റെ തൂലികത്തുമ്പിനും വാക്കുകളില്ലതു ചൊല്ലിടുവാൻ, വാക്കുകളില്ലതു ചൊല്ലിടുവാൻ. സെന്റ് സെബാസ്റ്റ്യൻ കോളേജ് ഡയറക്ടർ ജോയ് വെട്ടിക്കുഴിയുടെ പൂർണ്ണ പിന്തുണ കൂടിയായതോടെ മ്യൂസിക്കൽ ആൽബം എന്ന ആശയം പിറവിയെടുത്തു. എഴുതിയത്, ഇണം നൽകിയത്, അത് പാടിയത്, അതിൽ അഭിനയിച്ചത് എല്ലാം നമ്മുടെ കോളേജുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ സ്ഥാപനത്തെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മെച്ചമാകണം എന്നുള്ളൊരു ആഗ്രഹം മാത്രമേ ഞങ്ങൾക്കുള്ളൂ. കോളേജുമായി ബന്ധപ്പെട്ട് മാത്രമായി ഒരു സൃഷ്ടി അവിടെ ഉണ്ടായി വന്നു എന്നുള്ള കാര്യത്തിൽ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനമാണ്. കമ്പ്യൂട്ടർ അധ്യാപകനായ വിപിൻ വിജയൻ ക്യാമറ, എഡിറ്റിംഗ്, സംവിധാനം എന്നിവ നിർവഹിച്ചു. ആദ്യം ഈ മാഗസിനിലേക്ക് കവിത വരികയും അത് ഈ എഡിറ്റോറിയൽ കമ്മിറ്റിയിലുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യുകയാണ് ആദ്യം ഉണ്ടായത്. അതിനുശേഷം ഇത് കോളേജിൻ്റെ ഓഫ് ക്യാമ്പസ് സെൻറ്ററിൻ്റെ ഇനാഗുറേഷന് ആ ഗാനം ആലപിക്കുകയും ചെയ്തു. പിന്നീടാണ് നമ്മുടെ ആഗ്രഹങ്ങൾ വീണ്ടും അവശേഷിക്കുകയാണ്. അപ്പോൾ അതിനുശേഷമാണ് പിന്നീട് അത് വിഷ്വലൈസ് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിലേക്ക് എത്തിയത്. MBA വിഭാഗം അധ്യാപിക ഷേർലി ടോമി, വിദ്യാർത്ഥികളായ ജഗൻ വിനോദ്, നിമിഷ ടോമി എന്നിവരാണ് അഭിനേതാക്കൾ. ഒരു എക്സ്പീരിയൻസ് ഇല്ല, എന്നാൽ ഒരു റിഹേഴ്സൽ എടുത്തില്ല. ജസ്റ്റ് ഇറ്റ്സ് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു അനുഭവം, എന്നാൽ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ലാത്ത ഒരു അനുഭവമാണ്. അധ്യാപകരായ മനുപ്രസാദ്, അനറ്റ് മണ്ഡപം എന്നിവരാണ് അണിയറയിൽ പ്രവർത്തിച്ചത്. ഇതിനോടകം സൗഹൃദം എന്ന മ്യൂസിക്കൽ ആൽബം യൂട്യൂബിലും ഫേസ്ബുക്കിലുമെല്ലാം ശ്രദ്ധയാകർഷിച്ചു കഴിഞ്ഞു. നമ്മുടെ കലയും സംസ്കാരവുമെല്ലാം പോയ കാലത്തിന്റെ തിരുശേഷിപ്പുകളാണ്. ആ കലയും സംസ്കാരത്തെയും തിരിച്ചുപിടിക്കാനുള്ള എളിയ ശ്രമമാണ് ഇവിടുത്തെ അധ്യാപകരും ഒരു വിഭാഗം വിദ്യാർത്ഥികളും ചേർന്ന് നടത്തിയത്. അങ്ങനെയാണ് സൗഹൃദം പിറവിയെടുത്തത്. ക്യാമറമാൻ ബിബിൻ കുറ്റിയിലിനൊപ്പം S. സൂര്യലാൽ, ഇടുക്കി നെറ്റ് ന്യൂസ്. ഒരു കലാലയം. ഈ ആൽബത്തിന്റെ അണിയറയിലും അരങ്ങത്തും എല്ലാം ഈ കലാലയത്തിലെ ഓരോ വ്യക്തിയും നിറഞ്ഞു നിൽക്കുന്നു. അധ്യാപകരും വിദ്യാർത്ഥികളും പ്രിൻസിപ്പളുമെല്ലാം ഉൾപ്പെടെ. ഇവർക്ക് ഇടുക്കി വാർത്തകൾ ഹൃദയപൂർവ്വം അഭിനന്ദനം നേരുകയാണ്. ഇവരുടെ നല്ല ചുവടുകൾക്ക് ഞങ്ങൾ ആശംസകളും അർപ്പിക്കുന്നു. 3 പതിറ്റാണ്ടുകളായുള്ള മുരിക്കാശ്ശേരി നിവാസികളുടെ ആവശ്യമാണ് KSEB സബ്സ്റ്റേഷൻ എന്നത്. ഒരർത്ഥത്തിൽ ഇതിന്റെ നിർമ്മാണ ഘട്ടം വരെ എത്തിയെങ്കിലും ഇപ്പോൾ ഇത് അനാഥമായി നിൽക്കുകയാണ്. ഈ വാർത്തയും ഞങ്ങൾ പ്രേക്ഷകർക്ക് മുൻപിൽ എത്തിച്ചിരുന്നു കഴിഞ്ഞ വാരം.
ഹൈറേഞ്ചിലെ വോൾട്ടേജ് ക്ഷാമം പരിഹരിക്കുവാൻ വൈദ്യുതി ബോർഡ് കണ്ടെത്തിയ ശാശ്വത പരിഹാര മാർഗമാണ് മുരിക്കാശ്ശേരി കേന്ദ്രീകരിച്ച് പുതുതായി സബ്സ്റ്റേഷൻ നിർമ്മിക്കുക എന്നത്. 2003-2004 കാലഘട്ടത്തിൽ വൈദ്യുതി ബോർഡ് അധികൃതരും പ്രദേശത്തെ ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികളും MLA, MP തുടങ്ങിയ എല്ലാവരും ചേർന്ന് പലവട്ടം വോൾട്ടേജ് ക്ഷാമത്തിനുള്ള ചർച്ചകൾ നടത്തി. ഇക്കാര്യത്തിന്റെ ഗൌരവം തിരിച്ചറിഞ്ഞ വൈദ്യുതി വകുപ്പ് അധികൃതർ സംസ്ഥാനതലത്തിലുള്ള അധികാരികളെയും വകുപ്പ് മന്ത്രിയെയും കാര്യങ്ങൾ ധരിപ്പിച്ചു. മരിയാപുരം, വാത്തുക്കുടി, കാമാക്ഷി പഞ്ചായത്തുകളിൽ വൈദ്യുതി ലഭിക്കുന്നത് വാഴത്തോപ്പ് സബ്സ്റ്റേഷനിൽ നിന്നാണെന്നുള്ള തിരിച്ചറിവ് അന്നത്തെ വൈദ്യുതി മന്ത്രി ആര്യാടൻ മുഹമ്മദിനെ ജനങ്ങൾക്ക് അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കുന്നതിനായി പ്രേരിപ്പിച്ചു. മുരിക്കാശ്ശേരി കേന്ദ്രീകരിച്ച് KSEB സെക്ഷൻ ഓഫീസ് അനുവദിക്കുകയും പുതിയ സെക്ഷൻ ഓഫീസിന്റെ ഉദ്ഘാടനത്തിനായി മുരിക്കാശ്ശേരിയിലെത്തിയ മന്ത്രി ഇവിടെ 33 kV സബ്സ്റ്റേഷൻ അനുവദിച്ചതായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഒരു വർഷത്തിനു ശേഷം മുരിക്കാശ്ശേരിക്ക് സമീപം മൂങ്ങാപ്പാറയിൽ 55 സെന്റ് സ്ഥലം വാങ്ങി സബ്സ്റ്റേഷന് വേണ്ടുന്ന പ്രാരംഭ നടപടികളും ആരംഭിച്ചു. സ്ഥലത്തിന് ചുറ്റുമതിൽ കെട്ടി ഗേറ്റും നിർമ്മിച്ച് ഏതാനും നാളുകൾ ജനങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങളുമായി KSEB മുൻപോട്ടു പോവുകയും ചെയ്തു. എന്നാൽ പിന്നീട് യാതൊരു പ്രവർത്തനങ്ങളും നടക്കാതെ അകാരണമായി പദ്ധതി നീണ്ടുപോയി. 33 kVക്കോ 66 kVക്കോ ആവശ്യമെങ്കിൽ 110 kV സബ്സ്റ്റേഷനോ ആവശ്യമായ സൌകര്യങ്ങളുണ്ടെന്ന നിഗമനത്തിൽ KSEB അധികൃതർ പ്രചരണം നടത്തിയെങ്കിലും പിന്നീട് ഇക്കാര്യത്തിൽ ഒരു നടപടിയും ഉണ്ടായില്ല. 22 സെന്റ് സ്ഥലം മുരിക്കാശ്ശേരിയിലെ നാട്ടുകാരും വ്യാപാരികളും എല്ലാം ചേർന്നുകൊണ്ട് ഒരു സബ്സ്റ്റേഷൻ രൂപീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അന്നത്തെ വൈദ്യുതി മന്ത്രിയായിരുന്ന ആര്യാടൻ മുഹമ്മദ് ഇവിടെ വന്നപ്പോൾ എല്ലാവരും ചേർന്ന് ഇവിടെ 52 സെന്റ് സ്ഥലം വാങ്ങുകയും ആ സ്ഥലമാണ് ഇന്നിവിടെ ഉപയോഗശൂന്യമായിട്ട് കാട് പിടിച്ചു കിടക്കുന്ന നിലയിലേക്ക് എത്തപ്പെട്ടിട്ടുള്ളത്. നമുക്കറിയാം, മുരിക്കാശ്ശേരിയും സമീപ പ്രദേശങ്ങളിലുമെല്ലാം വൈദ്യുതി മുടക്കവും അതുപോലെ തന്നെ വൈദ്യുതിയുടെ ലഭ്യതയും വോൾട്ടേജ് ക്ഷാമവും നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഈ സെക്ഷൻ ഓഫീസ് ഇങ്ങനെ കാട് കയറി നശിച്ചു പോകുന്നതിൽ ഉദ്യോഗസ്ഥ തലത്തിലും അതുപോലെ തന്നെ രാഷ്ട്രീയ ലെവലിലും വലിയ ഗൂഢാലോചന നടക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇവിടെ സബ്സ്റ്റേഷൻ സ്ഥാപിച്ചാൽ പ്രദേശത്തെ വോൾട്ടേജ് ക്ഷാമം പരിഹരിക്കുന്നതിലുപരിയായി 5 പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് വൈദ്യുതി ബോർഡിന്റെ പ്രധാന ഓഫീസുകൾ പലതും ഇവിടെ സ്ഥാപിതമാകും എന്നതും വളർന്നുകൊണ്ടിരിക്കുന്ന മുരിക്കാശ്ശേരി എന്ന ഈ കുടിയേറ്റ ഗ്രാമത്തിന്റെ പല വികസന ലക്ഷ്യങ്ങളും സാക്ഷാത്കരിക്കപ്പെടുമെന്നതും വസ്തുതയായിരിക്കെ ഇത്തരം കാര്യങ്ങളിൽ നിന്നും ബോർഡ് അധികൃതർ പിന്നോട്ടു പോകുന്നതിന്റെ കാര്യമെന്താണെന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. വളർന്നുവരുന്ന ഒരു ഗ്രാമത്തിന്റെ വികസന കുതിപ്പിന് തുരങ്കം വയ്ക്കുന്ന KSEB അധികൃതരുടെ ഇക്കാര്യത്തിലുള്ള അലംഭാവം അവസാനിപ്പിച്ച് മുരിക്കാശ്ശേരി സബ്സ്റ്റേഷൻ യാഥാർത്ഥ്യമാക്കണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, മുരിക്കാശ്ശേരി. കാലത്തിന്റെ നട്ടെല്ലെന്ന് തന്നെ വിശേഷിപ്പിക്കുവാൻ കഴിയുന്ന പുതുതലമുറയുടെ കലാമാമാങ്കം തൊടുപുഴയിൽ അരങ്ങേറി. സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലാണ്. റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ തൊടുപുഴ വിജയികളായി. കട്ടപ്പന സബ് ജില്ലയ്ക്കായിരുന്നു 2ാം സ്ഥാനം. രാഗതാള ഭാവ ലയവിസ്മയങ്ങളുടെ അരങ്ങൊഴിഞ്ഞപ്പോൾ തൊടുപുഴ തന്നെ വീണ്ടും വിജയകിരീടം ചൂടി. UP, HS, HSS വിഭാഗങ്ങളിൽ വ്യക്തമായ മുൻതൂക്കം നേടിയാണ് UP വിഭാഗത്തിൽ 148 പോയിന്റും HSൽ 336ഉം HSSൽ 345 പോയിന്റും തൊടുപുഴ സ്വന്തമാക്കി. UP വിഭാഗത്തിൽ അറക്കുളം ഉപജില്ല 128 പോയിന്റുമായി 2ാം സ്ഥാനവും അടിമാലി സബ് ജില്ല 112 പോയിന്റുമായി 3ാം സ്ഥാനവും നേടി. കട്ടപ്പന 111, നെടുങ്കണ്ടം 82, പീരുമേട് 63, മൂന്നാർ 16 എന്നിങ്ങനെയാണ് മറ്റ് പോയിന്റ് നില. HS വിഭാഗത്തിൽ നെടുങ്കണ്ടം ഉപജില്ല 269 പോയിന്റുമായി 2ാം സ്ഥാനവും 268 പോയിന്റുമായി കട്ടപ്പന ഉപജില്ല 3ാം സ്ഥാനവും നേടി. അടിമാലി 250, അറക്കുളം 184, പീരുമേട് 185, മൂന്നാർ 19 എന്നിങ്ങനെയാണ് പോയിന്റ് നില. HSS വിഭാഗത്തിൽ 289 പോയിന്റുമായി കട്ടപ്പന ഉപജില്ല ഫസ്റ്റ് റണ്ണറപ്പും 286 പോയിന്റുമായി അടിമാലി ഉപജില്ല സെക്കൻഡ് റണ്ണറപ്പുമായി. നെടുങ്കണ്ടം 252, പീരുമേട് 191, അറക്കുളം 155, മൂന്നാർ 9 എന്നിങ്ങനെയാണ് പോയിന്റ് നില. സ്കൂൾ തലത്തിൽ 50 പോയിന്റുമായി മൂലമറ്റം സെന്റ് ജോർജ് UPS ഓവറോൾ കിരീടം നേടി. 40 പോയിന്റുമായി കട്ടപ്പന ഓശാനാം, 35 പോയിന്റുമായി അട്ടപ്പുളം സെന്റ് തോമസ് സെക്കൻഡ് റണ്ണറപ്പുമായി. 3 ദിനങ്ങൾ നീണ്ടുനിന്ന മേളയുടെ അരങ്ങൊഴിയുമ്പോൾ മേളയുടെ നടത്തിപ്പിലും മൂല്യനിർണ്ണയത്തിലും വ്യാപകമായ പ്രതിഷേധമാണ് ഉയർന്നത്. ഇടുക്കി ജില്ലയിൽ നടന്ന നിരവധി സബ് ജില്ലാ മത്സരങ്ങൾക്കൊടുവിലാണ് തൊടുപുഴയിൽ വച്ച് ഇടുക്കി റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം അരങ്ങേറിയത്. എന്നാൽ വ്യാപകമായ ക്രമക്കേടുകളുടെ കഥ മാത്രമായിരുന്നു ഈ കലോത്സവത്തിൽ ഏറ്റവും മുന്നിട്ട് നിന്നതും. ഇതേക്കുറിച്ച് ഞങ്ങളുടെ സ്റ്റുഡിയോയിലെത്തി കലാപരിശീലകൻ കൂടിയായ മാത്തുക്കുട്ടി ബഥേൽ പ്രതികരിച്ചു. സ്റ്റുഡിയോയിൽ നിന്നുള്ള ആ പ്രതികരണം ഒരിക്കൽ കൂടി പ്രേക്ഷകർക്ക് മുൻപിൽ എത്തിക്കുകയാണ്.
ഇപ്പോൾ ഇടുക്കി റവന്യൂ ജില്ലാ കലോത്സവം കഴിഞ്ഞിരിക്കുന്നു. നിരവധിയായ സബ് ജില്ലാ മത്സരങ്ങൾക്ക് ശേഷമാണ് റവന്യൂ മത്സരം നടന്നത്. പതിവ് പോലെ തന്നെ ഇവിടെ ആവർത്തിക്കുന്നു. കലോത്സവ വേദികൾ അഴിമതിയിൽ പൂണ്ടിരിക്കുകയാണ്. വിധി നിർണയത്തിൽ അപാകത വ്യാപകമാണ്. അർഹതപ്പെട്ട കുട്ടികൾക്ക് നീതി ലഭിക്കുന്നില്ല. താങ്കൾ ഇതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? പ്രത്യേകിച്ചും ഒരു കലാപരിശീലകൻ എന്ന നിലയിലും ഒരു കലാകാരൻ എന്ന നിലയിലും. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് നമ്മുടെ സബ് ജില്ലാ തലം തൊട്ട് തുടങ്ങുകയായി ഈ ഒരു ദയനീയാവസ്ഥ. കാരണം ഇത്തവണ നടന്ന സബ് ജില്ലാ കലോത്സവത്തിലെ പല സ്റ്റേജുകളിലും 2 വിധികർത്താക്കളെ ഉണ്ടായിരുന്നുള്ളൂ. അത് ഏറ്റവും ദയനീയമായ അവസ്ഥയാണ്. തങ്കമണിയിൽ വെച്ച് നടത്തിയ കട്ടപ്പന സബ് ജില്ലാ കലോത്സവത്തിൽ പല വേദികളിലും 2 ജഡ്ജസേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി ഒരു കുട്ടിയുടെ അമ്മ, ഭരതനാട്യം കളിക്കുന്ന ഒരു കുട്ടിയുടെ അമ്മ കുട്ടിക്ക് എസ്കോർട്ട് പോയത് ഒരു ടീച്ചർ, ആ ടീച്ചറിനെ ഓടിച്ചു പിടിച്ചിട്ട് ഒരു ജഡ്ജാക്കി. ആ അനുഭവം ആ ടീച്ചർ തന്നെ പറയുകയുണ്ടായി. ഇതിനുവേണ്ടി നാടുകളായി കഷ്ടപ്പെട്ട് പഠിച്ചു വരുന്ന പണച്ചെലവുണ്ട് കുട്ടികൾക്ക്. 9ലും 10ലും ഒക്കെ പഠിക്കുന്ന കുട്ടികളാണ്. ഇപ്പം നമുക്കറിയാമല്ലോ, പഠിക്കാൻ ധാരാളമുണ്ട്. അതിനിടയിൽ അവർ ആ സമയമെല്ലാം മാറ്റിവെച്ച് ഇതിനുവേണ്ടി കഷ്ടപ്പെട്ട് 2-3 മാസമൊക്കെ പഠിച്ച് തയ്യാറായി 2-3 ദിവസം മുമ്പേ തന്നെ അവിടെ വന്ന് കിട്ടുന്ന സൗകര്യത്തിനൊക്കെ അവിടെ താമസിച്ച് ഈ മത്സരത്തിന് ചെന്ന് കഴിയുമ്പോൾ അർഹിക്കുന്നവർക്ക് കിട്ടാതെ വരികയെന്നത് എത്രമാത്രം വേദനാജനകമാണ്. ഞാൻ അത് അവസാനം ഇതിന്റെ സംഘാടകരിൽ ഒരാളോട്, പ്രോഗ്രാം കമ്മിറ്റിയിലുള്ള എൻ്റെ ഒരു സുഹൃത്തിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി കുറെ കൂടി രസാവഹമായിരുന്നു. അദ്ദേഹം പറഞ്ഞു, സാറേ ഇതൊക്കെ പറ്റൂ, ഫണ്ടിന്റെ അഭാവം കൊണ്ട് നമുക്ക് ക്വാളിഫൈഡ് ആയിട്ടുള്ള ജഡ്ജസിനെ വിളിക്കുവാൻ വളരെ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് ആണ് എന്നാണ് ആ പ്രോഗ്രാം കമ്മിറ്റിയിലെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി എന്നോട് പറഞ്ഞ എൻ്റെ സുഹൃത്താണ്. അദ്ദേഹം പറഞ്ഞത് ഇതൊരു അഡ്ജസ്റ്റ്മെന്റ് അതിൽ കൂടുതൽ പറ്റുകയില്ല സാറേ. മൂല്യനിർണ്ണയത്തിന് വിധികർത്താക്കളെ എത്തിക്കുവാൻ അർഹതപ്പെട്ട യോഗ്യതയുള്ള ആളുകൾക്ക് പണം കൂടുതൽ നൽകേണ്ടി വരും. ഇത് ശരിയാണ്. പക്ഷേ ഇപ്പോൾ അതിനുള്ള ഫണ്ടില്ല എന്നുള്ള ഒരു കാരണം സംഘാടക സമിതി പറയുമ്പോൾ ഇത് വിശ്വസിക്കാൻ കഴിയുന്ന ഒന്നാണോ? പ്രത്യേകിച്ചും തൊടുപുഴ പോലെ അല്പം വികസനമുള്ള ഹൈറേഞ്ചിന്റെ എന്ന് ഒരുപക്ഷെ പറയാൻ പോലും കഴിയില്ല, എറണാകുളം ജില്ലയോടൊക്കെ ചേർന്ന് കിടക്കുന്ന സമ്പന്നമായ ഒരു മേഖല. ഇവിടെ സ്കൂൾ അനുവദിക്കുന്ന ഫണ്ടിനും അപ്പുറം ഫണ്ടുണ്ട്. പ്രത്യേകിച്ച് സബ് ജില്ലാ മത്സരങ്ങൾ പോലും ഇതിനേക്കാൾ ഗംഭീരമായി പലയിടത്തും നടത്താറുമുണ്ട്. ഈ വാദഗതിയെ താങ്കൾ എങ്ങനെ നോക്കിക്കാണുന്നു? ഇത് വാസ്തവമാണോ? തീർച്ചയായിട്ടും വിശ്വസിക്കുന്നില്ല. കാരണം സംഘാടകരുടെ ആത്മാർത്ഥത കുറവ് എന്ന് വേണം പറയാൻ. പ്രത്യേകിച്ച് തൊടുപുഴ പോലുള്ള ഇത്രയും വികസിച്ച ഒരു നഗരപ്രദേശത്ത് ധാരാളം സ്കൂളുകളുണ്ട്. സ്കൂൾ കാഴ്ചക്കാരായിട്ട് വളരെ വിരലെണ്ണാവുന്ന ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. എനിക്ക് തോന്നുന്നു കട്ടപ്പനയോ കാഞ്ചിയാറോ നമ്മുടെ ഈ തൊട്ടടുത്തുള്ള ഏത് പ്രദേശത്ത് നടത്തിയാലും എത്രമാത്രം ആളുകൾ ഇതൊരു ഉത്സവമായിട്ട് അവർ കണക്ക് കൂട്ടി, എന്തുമാത്രം ആളുകൾ വെളുക്കുന്നത് വരെ, പ്രത്യേകിച്ച് ഡാൻസ് പോലുള്ള ഗ്ലാമറസ് ആയിട്ടുള്ള ഐറ്റങ്ങൾ കാണാൻ എന്തുമാത്രം ആളുകൾ വരാറുണ്ട്. പക്ഷേ ഇത് പലരും അറിഞ്ഞിട്ടില്ല. തൊടുപുഴ നിവാസികൾ പോലും അറിഞ്ഞിട്ടില്ല. ഇത് നടന്ന സ്ഥലത്തുള്ള ബിസിനസ്സുകാർക്ക് പോലും പലർക്കും അറിഞ്ഞുകൂടിയത് എന്താണെന്ന്. അത് ശുഷ്കമായ വേദികളായിരുന്നു പലയിടത്തും. നമുക്കറിയാം, ഒരു കല, പെർഫോമിംഗ് ആർട്ട് എന്തായാലും രംഗത്ത് അവതരിക്കുമ്പോൾ കാഴ്ചക്കാരെന്ന് പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. അവതരിപ്പിക്കുന്ന ആളുകളെ സംബന്ധിച്ചോളം അവർക്കൊരു പ്രചോദനമാണത്, ആൾക്കാരുടെ ബാഹുല്യം അല്ലെങ്കിൽ ഓഡിയൻസിന്റെ ആ ഒരു സാന്നിധ്യം. ഇക്കാര്യത്തിൽ നമ്മുടെ ഇടുക്കി ജില്ലാ കലോത്സവം 27ാമത് തവണയാണെന്ന് എനിക്ക് തോന്നുന്നു. തികച്ചും 100% പരാജയമാണെന്ന് പറയാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ സംഘാടകരുടെ ഒരു ആത്മാർത്ഥത കുറവുകൊണ്ടാണ് ഫണ്ട് ഉണ്ടായിട്ടില്ലെങ്കിൽ ഇത് സംഭവിച്ചിട്ടുള്ളത് എന്നാണ് എൻ്റെ അഭിപ്രായം. ഏറ്റവും കൂടുതൽ ഉയരുന്ന, പ്രത്യേകിച്ചും കലോത്സവ വേദികൾ ഏറ്റവും കൂടുതൽ ഉയരുന്ന ചില ചോദ്യങ്ങളും ഇതിന്റെ ഉത്തരങ്ങളും കോൺട്രാക്ടേഴ്സ്, കലോത്സവ വേദികളിൽ വിധികർത്താക്കളെ എത്തിക്കുന്ന കോൺട്രാക്ടേഴ്സ്, ഇത്തരം ഒരു അനുഭവം താങ്കൾക്ക് ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും എനിക്ക് അനുഭവങ്ങളുണ്ട്. ഇത്തവണ കോട്ടയം റവന്യൂ ജില്ലയിലും എൻ്റെ കുട്ടികളുണ്ടായിരുന്നു. കാഞ്ഞിരപ്പള്ളി സബ് ജില്ലയിൽ നിന്നും അതുപോലെ ചങ്ങനാശ്ശേരി സബ് ജില്ലയിൽ നിന്നും എൻ്റെ കുട്ടികളുണ്ടായിരുന്നു. അവിടെ കഥാപ്രസംഗത്തിനൊക്കെ മാർക്കിട്ട് കഴിഞ്ഞ് എന്താണ് സാർ കുഴപ്പമെന്ന് ചോദിച്ചപ്പോൾ മറുപടി പറയാതെ ഓടിപ്പോകുന്നൊരു പ്രവണത കണ്ടു. അപ്പോൾ അവിടെ ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ പറഞ്ഞത് ജഡ്ജസിനെ കൊടുക്കുന്ന ഓരോ ജില്ലയിലേക്കും സബ് ജില്ലയിലേക്കും ചില കോൺട്രാക്ടേഴ്സാണ്. അപ്പോൾ അവരുടെ പോക്കറ്റിലുള്ള ചില ആളുകളെ വിളിക്കുന്നു. അവർക്കൊരു ചെറിയ മാർജിൻ കിട്ടാറുണ്ട് കോൺട്രാക്ടേഴ്സിന്. മറ്റൊന്നുകൂടി, ഈ കോൺട്രാക്ടേഴ്സ് തന്നെ മറ്റു പല സ്കൂളുകളുമായി ബന്ധപ്പെടും. ഞങ്ങളുടെ ടീമിലുള്ളവരാണോ പാനലിലുള്ളവരാണ് ജഡ്ജസ്, ഒരു സംതിങ് തന്നാൽ അഡ്ജസ്റ്റ് ചെയ്യാം, അങ്ങനെയുള്ള അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. അത് തന്നെ ഇപ്പോൾ ഇടുക്കി റവന്യൂ ജില്ലാ കലോത്സവത്തിലും സംഭവിക്കുകയുണ്ടായി. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ മറ്റു വാർത്തകളിലേക്ക് മടങ്ങി പോകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സുപ്രധാനമായ കാര്യം കൂടി അവസാനമായി ചോദിക്കുന്നു. കലാകാരന്മാർ സമൂഹത്തിന്റെ നട്ടെല്ലാണ്. വളർന്നു വരുന്ന കൊച്ചു കൊച്ചു കലാകാരന്മാരാണ് സമൂഹത്തെ നാളെ നിയന്ത്രിക്കേണ്ടത്. കലാകാരന്മാർക്ക് അത്തരം ചില സാമൂഹികമായ പ്രതിബദ്ധതയൊക്കെയുണ്ട്. ഇത്തരം സാഹചര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഇതിനൊക്കെ ഒരു പ്രതിവിധി വേണ്ടേ? ഈ നശിച്ച പ്രവണതകൾക്കെതിരെ എനിക്ക് തോന്നുന്നത് തീർച്ചയായും കലാകാരന്മാരുടെ ഒരു കൂട്ടായ്മയോ
അല്ലെങ്കിൽ കലാകാരന്മാർ ഉൾപ്പെടുന്ന ഒരു സംഘടനയോ സംഘടനാ തലത്തിലോ അത് പിന്നെ സാംസ്കാരിക സംഘടനകളുണ്ടെങ്കിൽ അവയുടെ മേൽനോട്ടത്തിലോ അല്ലെങ്കിൽ അധ്യാപക സംഘടനകളുണ്ടെങ്കിൽ പ്രധാനമായും എനിക്ക് തോന്നുന്നു ഈ രംഗത്ത് ഏറ്റവും ഫലപ്രദമായ രീതിയിൽ പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ ഇടപെടാൻ കഴിയുന്നത് അധ്യാപക സംഘടനകൾക്കാണ്. കേരളത്തിൽ ശക്തമായിട്ടുള്ള സംഘടനകളാണ് അധ്യാപകർക്കുള്ളത്. ഈ അധ്യാപക സംഘടനകൾ തീർച്ചയായും ഈ ഒരു വിഷയത്തിലേക്ക് അടിയന്തരമായി ഇറങ്ങുകയും വിദ്യാഭ്യാസത്തിൽ നടക്കുന്ന ഈ ദുഷിച്ച പ്രവണത അവസാനിപ്പിച്ചേ പറ്റൂ എന്ന് അധ്യാപക സംഘടനകൾ ശക്തമായി ആവശ്യപ്പെട്ടാൽ തീർച്ചയായും ഇതിന് മാറ്റമുണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. കട്ടപ്പന ഗ്രാമപഞ്ചായത്തിന്റെ സ്വപ്നങ്ങൾ പൂവണിയുന്നതായുള്ള ഒരു വാർത്തയോടുകൂടി ഞങ്ങൾ വിടവാങ്ങുകയാണ് ന്യൂസ് ഹൈലൈറ്റ്സിൽ നിന്നും. മറ്റൊന്നുമല്ല, കട്ടപ്പന ഗ്രാമപഞ്ചായത്തിനെ നഗരസഭയാക്കുവാനുള്ള തീരുമാനം പൂർണ്ണമാകുന്നു. നഗരസഭയാക്കുവാനുള്ള ഉറപ്പ് സർക്കാരിൽ നിന്ന് ലഭിച്ചതായി ഇടുക്കി എംഎൽഎ റോഷി അഗസ്റ്റിൻ ഇടുക്കിനെറ്റ് വാർത്തകളെ അറിയിച്ചു. ആഹ്ലാദപൂർവ്വം ആവേശത്തോടുകൂടി തന്നെ ഇത് ഞങ്ങൾ പ്രേക്ഷകർക്ക് മുൻപിൽ ഒരിക്കൽ കൂടി സമർപ്പിക്കുകയാണ്. കട്ടപ്പന ഗ്രാമപഞ്ചായത്തിനെ നഗരസഭയാക്കണമെന്നുള്ള ആവശ്യമുന്നയിച്ച് മുഖ്യമന്ത്രി, ധനമന്ത്രി, വകുപ്പ് മന്ത്രി എന്നിവരെ നേരിൽ കണ്ട് റോഷി അഗസ്റ്റിൻ എംഎൽഎ നടത്തിയ ചർച്ചയിലാണ് ഇത് സംബന്ധിച്ച് ഉറപ്പ് ലഭിച്ചത്. സംസ്ഥാനത്തെ മുനിസിപ്പാലിറ്റികളുടെ പട്ടിക പ്രഖ്യാപിക്കുമ്പോൾ അതിൽ കട്ടപ്പനയെ ഉൾപ്പെടുത്തുമെന്ന ഉറപ്പാണ് ലഭിച്ചതെന്നും റോഷി അഗസ്റ്റിൻ പറഞ്ഞു. വാർഷിക വരുമാനത്തിലും ജനസംഖ്യയിലും വികസനത്തിനുമെല്ലാം മുന്നിട്ട് നിൽക്കുന്ന ഗ്രാമപഞ്ചായത്തിനെ നഗരസഭയാക്കണമെന്നത് ഏവരുടെയും ആവശ്യമായിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ജോണി കുളമ്പള്ളിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘവും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും വനിതാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമായ ജാൻസി ബേബിയുടെ നേതൃത്വത്തിലുള്ള സംഘവും മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിയിരുന്നു. ഇതേ ആവശ്യമുന്നയിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തിരുവനന്തപുരത്ത് ഏകദിന സത്യാഗ്രഹവും സംഘടിപ്പിച്ചിരുന്നു. കൂടാതെ വിവിധ സംഘടനകൾ നിവേദനം നൽകുകയും സമരം സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിലാണ് റോഷി അഗസ്റ്റിൻ എംഎൽഎ മുഖ്യമന്ത്രി അടക്കമുള്ളവരെ നേരിൽ കണ്ട വിഷയം ചർച്ച ചെയ്തത്. ജില്ലയിലെ രണ്ടാമത്തെ നഗരസഭയായി കട്ടപ്പനയെ പ്രഖ്യാപിക്കണമെന്നും അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ ഇത് സംബന്ധിച്ച് പ്രഖ്യാപനം ഉണ്ടാകണമെന്നും എംഎൽഎ ആവശ്യപ്പെടുകയായിരുന്നു. ഇതേ തുടർന്നാണ് അനുകൂലമായ തീരുമാനമുണ്ടാകുമെന്ന് ഉറപ്പ് ലഭിച്ചിരിക്കുന്നത്. എസ് സൂർലാൽ, ന്യൂസ് ഡെസ്ക്, ഇടുക്കിനെറ്റ്. ഇടുക്കിനെറ്റ് വാർത്തകളുടെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദയപൂർവ്വം നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് വിടവാങ്ങുന്നു. വീണ്ടും അടുത്ത ഞായറാഴ്ച കാണും വരെ നമസ്കാരം. സ്ട്രോങ് ഫർണിച്ചർ, ഇൻഡെക്സ് ഫർണിച്ചർ. ഇൻഡെക്സ് ഫർണിച്ചർ, നിയർ KSRTC ബസ് സ്റ്റാൻഡ്, വെള്ളയാങ്കുടി, കട്ടപ്പന. ട്രെൻഡി ഡിസൈൻ. കല്യാണത്തിന് മോൾക്ക് സ്വർണ്ണം എടുത്തത് പവിത്രയിൽ നിന്നാണ്. ഏലത്തിന്റെ നിറവും സ്വർണത്തിന്റെ നിറവും കണ്ടാൽ ഞങ്ങൾ ഹൈ റേഞ്ചുകാർക്ക് അറിയാം അതിന്റെ പരിശുദ്ധി. പവിത്ര ഗോൾഡ്, ഹൈറേഞ്ചിലെ ഒരേ ഒരു വെഡിംഗ് ജ്വല്ലറി. സുഹൃത്തുക്കളെ, വസ്ത്രവ്യാപാര രംഗത്ത് കട്ടപ്പനയുടെ തിലകക്കുറിയായ ടെക്സ്റ്റൈൽസ് യുവാക്കളുടെ ഹൃദയം കവർന്നുകൊണ്ട് പുതിയ കളക്ഷനുമായി ടെക്സ്റ്റൈൽസ് സ്ത്രീകൾക്ക് മാത്രമായി. നീ ഇതെങ്ങോട്ടാ? ഞാൻ കൂട്ടുകാരന്റെ കല്യാണത്തിന് പോകാനായിട്ട് ഡ്രസ് എടുക്കാൻ പോവായിരുന്നു. എവിടെ? ചേട്ടൻ വിളിച്ചു പറയുന്ന കടയില്. നിനക്കൊക്കെ പ്രാന്താടാ. നീയൊക്കെ അല്ലേ വേറെ അല്ല അങ്ങോട്ടൊക്കെ പോവൂ. എടാ നിനക്കല്ല കിടുക്കി ഡ്രസ്സ് വേണം, നീ ആ പെട്രോളിലോട്ട് ചെല്ലു. എടാ ചെറുപ്പക്കാർക്കായിട്ടുള്ള കടയാടാ അത്, നല്ല കളക്ഷനാ. പെട്രോൾ ഫാഷൻ, ഹൈലി ഇൻഫ്ലേമബിൾ ഫാഷൻ, പള്ളിക്കവല, കട്ടപ്പന.
ജ്വല്ലറി, കോട്ടയംകട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. അധികം വൈകാതെ അനലോഗ് ചാനലുകൾ ഇല്ലാതാകും. കേട്ടില്ലേ? ശരിയാണ്. ഇനി ഡിജിറ്റൽ ചാനൽസിന്റെ കാലമാണ്. അപ്പോ ഏറ്റവും മികച്ച കണക്ഷൻ തന്നെ വേണ്ടേ? ഏതെങ്കിലും ഒരു കണക്ഷൻ എടുക്കാമെന്ന് വെച്ചാലോ? കാലാവസ്ഥയെ പേടിക്കണം, ഓർത്തിരുന്ന് റീചാർജ് ചെയ്യണം, സർവീസിന് വേണ്ടി കാത്തിരിക്കണം. എന്തിനു റിസ്ക് എടുക്കണം? കേരള വിഷൻ ഡിജിറ്റൽ TV സെറ്റ് ടോപ്പ് ബോക്സ് കണക്ട് ചെയ്യൂ. 250 പരം ചാനലുകൾ, HD and 3D ചാനലുകൾ, ഒപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ട പ്രാദേശിക ചാനലുകൾ. കേരളം രാജ്യത്തിന് മാതൃകയാവുന്നു കേരള വിഷൻ ഡിജിറ്റൽ TVയിലൂടെ. മിതമായ നിരക്കിൽ ആകർഷകമായ പാക്കേജുകളിൽ. കേരളം മാറുന്നു സെറ്റ് ടോപ്പ് ബോക്സിലൂടെ. കേരളം മാറുന്നു കേരള വിഷനിലൂടെ. പകരം വെക്കാനാവില്ല ഒന്നും.